വാഗമണിയിൽ നിന്ന് കോട്ടയത്തേക്ക് വരുന്ന വഴി, ഞാൻ കോട്ടയത്താണ് താമസിക്കുന്നത്, ഈരാറ്റുപേട്ട എന്ന സ്ഥലത്ത് വെച്ചാണ്. ഈരാറ്റുപേട്ട സ്ഥലത്ത് വെച്ച് എൻ്റെ വൈഫാണ് വണ്ടി ഓടിച്ചത്. ഈ വണ്ടിയാണ് ഓടിച്ചിരുന്നത്. ഈ വണ്ടിയുടെ ബാക്കിൽ വന്ന് മറ്റൊരു വണ്ടി ഇടിക്കുകയുണ്ടായി. ഇടിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒരു കൊച്ചു പിള്ളേർ, ഒരു 14 വയസ്സ് 15 വയസ്സുള്ള 2 പിള്ളേർ ഒരു ആക്റ്റീവായി ഹെൽമെറ്റ് വെക്കാതെ യാതൊരു സുരക്ഷയില്ലാതെ വണ്ടി ചവിട്ടി നിർത്തി വെട്ടിത്തിരിച്ചു. അവരെ ഇടിപ്പിക്കാതിരിക്കാൻ വേണ്ടി സഡൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് നടന്നു. ആക്സിഡൻ്റായി വണ്ടി ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയ ശേഷം നമുക്ക് യാതൊരു പരീക്ഷയും കിട്ടാത്ത രീതിയിൽ ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ വന്നിട്ട് ഏതോ ഒരു, ഞാൻ പറഞ്ഞാൽ ക്ഷമിക്കണം എന്നോട്, മതവിഭാഗത്തിൻ്റെ പേര് പറഞ്ഞ് താക്കോൽ വിടാൻ പാടില്ല. ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമേ ഉള്ളൂ. കാരണം പോലീസ് വരട്ടെ, സ്റ്റേഷനിൽ നിന്ന് പറയും, ഈരാറ്റുപേട്ട സ്റ്റേഷനിൽ പോലീസ് വരട്ടെ, പോലീസ് വന്നിട്ട് വണ്ടി എടുക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേങ്കിൽ അവരതൊന്നും അല്ല ശ്രദ്ധിക്കുന്നത്. അവരെ സംബന്ധിച്ച് നോക്കിയാൽ നീ ആരാണ് എൻ്റെ ഫോട്ടോ എടുക്കുക, നീ ആരാ വീഡിയോ എടുക്കുക, ആ ഒരു ആർജവും തൻ്റെ ഇടവും. കാരണം നമുക്ക് പരീക്ഷ എന്ന് പോലീസിൽ മാത്രമേ ഉള്ളൂ. ഈ പോലീസ് വരണ്ടേ? നമ്മൾ ഈ പിള്ളേർ ഓടിച്ചുകൊണ്ട് പോയ വണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിലും ബാക്കിലും റെക്കോർഡിംഗ് ക്യാമറ ഉണ്ട്. അത് തെളിവായിട്ട് ആൾ കൊടുക്കണമെങ്കിൽ എന്ത് മാർഗം എന്ന് വെച്ചാൽ ഇത് തെളിവതേ ഉള്ളൂ. കാരണം എനിക്കൊരു നുണ പറയാൻ പറ്റില്ല. കാരണം അത് തെളിയിക്കണമെങ്കിൽ കുഞ്ഞുങ്ങളോട് നിൽക്കണം. അപ്പോൾ അവരുടെ വണ്ടിയുടെ താക്കോൽ ഞാൻ ഊരി വെച്ചെന്നുള്ളത് ശരിയാണ്. എന്നെ തല്ലിയില്ലെന്നല്ലാതെ ബാക്കി എല്ലാ കാര്യവും മോശമായിട്ട് ബിഹേവ് ചെയ്ത് വളരെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത മോശം വാക്കുകൾ പറഞ്ഞു. അതുപോലെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്നില്ല. ഈ ഫ്രണ്ടിൽ വന്ന വണ്ടിക്കാരനെ പറ്റി കൃത്യമായിട്ട്, ഈ പിള്ളേരെ സെറ്റിനെ പറ്റി കൃത്യമായിട്ട് റെക്കോർഡ് ഉണ്ടായിട്ടും കൃത്യമായിട്ട് കാര്യങ്ങളുണ്ടായിട്ടും യാതൊരു രീതിയിലുള്ള പരിഗണനയോ യാതൊരു രീതിയിലുള്ള മര്യാദയും തരുന്നില്ല. ഞാൻ എന്ത് ചെയ്യണം? അല്ല, നിങ്ങളുടെ അഭിപ്രായം പറയാമോ? ഞങ്ങൾ എന്ത് ചെയ്യണം? നിയമപരമായിട്ട് ഈ GD എൻട്രി ഇടാൻ പറഞ്ഞാൽ GD എൻട്രി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ക്ലെയിം ചെയ്യണം, ഇൻഷുറൻസ് ക്ലെയിം ചെയ്താൽ ഞാൻ ക്ലെയിം ചെയ്യണം. ഇങ്ങനത്തെ ചൂല്ലാത്ത ഈ പിള്ളേർ വന്നിട്ട് നാളെ ഇത് ആവർത്തിച്ച് കഴിഞ്ഞാൽ അവന്മാർ കാണിച്ച് ചൂലാടിയെ പറ്റിയുള്ള വീഡിയോ ഞാൻ വേറെ ഇട്ട് തരാം. ഫേസ്ബുക്കിൽ ഇപ്പോൾ ലൈവ് ഇടാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് വിട്ട് തരാം. കാരണം അതിൻ്റെ ഫ്രണ്ടും ബാക്കും ക്യാമറ ഉണ്ട്. ആ പിള്ളേർ വന്നതും ഇടിക്കുന്നതും പിള്ളേർ വന്ന് നിൽക്കുന്നതും പിള്ളേർ പോകുന്നതും പിള്ളേരിന് ശേഷം വന്നതും ഇവരെന്നോട് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നതെല്ലാം വീഡിയോ എൻ്റെ ഉണ്ട്. കാരണം ഇതൊക്കെ ന്യായീകരിക്കപ്പെടുന്നതാണോ? ഇത് നമ്മുടെ കേരളം തന്നെയാണോ? നമ്മൾ കേരളത്തിൽ എങ്ങോട്ടാണ് പോകുന്ന ചോദ്യത്തിന് മാർഗമുണ്ട്. ഇവിടെ മതസ്പർദ്ധയൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ പോലും ചില ആൾക്കാരുടെ ഉള്ളിലൊക്കെ തന്നെ ഒരു കാര്യത്തെ 14-15 വയസ്സുള്ള പിള്ളേർ 2 വീലറിനകത്ത് ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി വന്ന് റോങ് സൈഡ് ഓടിച്ച് വണ്ടി ആക്സിഡന്റ് ആയ ശേഷം അവരെ ഇടിപ്പിക്കാതിരിക്കാൻ ശ്രമിച്ചതിൻ്റെ അകത്ത് ആ പിള്ളേർ പോലീസ് വന്നിട്ട് പോട്ടെന്ന് പറഞ്ഞിട്ട് അതിന് ഒരു രീതിയിലുള്ള സഹായവും തരാതെയും ഞങ്ങളിപ്പോഴത്തെ ഈ സമയം വരെ ഞാനും എൻ്റെ ഫാമിലിൻ്റെ കുടുംബം മുഴുവൻ വഴി നിൽക്കുകയാണ്. ഇത് എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങളുടെ അഭിപ്രായം പറയുക. ഇത് ഞങ്ങൾക്ക് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? ഞങ്ങൾക്ക് നന്മ കിട്ടുമോ? ഞങ്ങൾക്ക് നിയമം കിട്ടുമോ? നീതി കിട്ടുമോ എന്ന് നിങ്ങൾ പറയുക. ഇത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പ്ലീസ് കമൻറ്റ്.